രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം വാഹനവ്യൂഹം രാജ്ഭവനിലേക്ക് റോഡ് മാർഗം പുറപ്പെടും. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിവരങ്ങൾ അലക്സ്. രജിത, രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വ്യോമസേനയുടെ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ, വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകത്ത് തന്നെ റോഡ് മാർഗം രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 15-20 മിനിറ്റിനുള്ളിൽ രാജ്ഭവനിലേക്ക് ഈ വാഹനവ്യൂഹം എത്തും. അതായത് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ ക്ലിഫ് ഹൗസ് ആശാമാരുടെ ക്ലിഫ് ഹൗസ് മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആശാപ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ രാഷ്ട്രപതിയുടെ സുരക്ഷാ പ്രോട്ടോകോൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അവിടെ എത്തിയതിനു ശേഷം ഇന്ന് രാജ്ഭവനിലായിരിക്കും രാഷ്ട്രപതിയുടെ വിശ്രമം. ഇന്ന് രാത്രി അത്താഴ വിരുന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഒരുക്കുന്നുണ്ട്. പ്രത്യേക അത്താഴ വിരുന്ന് ഒരുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന് സ്വകാര്യ ഹോട്ടലിലാണ് അത്താഴ വിരുന്ന് ഒരുക്കുന്നത്. അതിനുശേഷം വീണ്ടും തിരിച്ച് രാജ്ഭവനിലേക്ക് എത്തി രാഷ്ട്രപതി അവിടെ തന്നെ ഇന്ന് വിശ്രമിക്കും. തുടർന്ന് നാളെ ചില ഔദ്യോഗിക പരിപാടികൾ തിരുവനന്തപുരത്തുണ്ട്. രാവിലെ 10:30 രാജ്ഭവൻ അങ്കണത്തിൽ തന്നെ മുൻ പ്രസിഡന്റ് KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. വർക്കലയിലാണ് അത് കഴിഞ്ഞുള്ള പരിപാടി. 12:50 വർക്കല ശിവഗിരിയിലെത്തും. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യ അതിഥിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആ പരിപാടി, ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ശിവഗിരിയിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കും. വൈകുന്നേരത്തോടെ കോട്ടയത്തേക്ക് പുറപ്പെടും. പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ രാഷ്ട്രപതി ഇറങ്ങും. വൈകുന്നേരം 4:15-നും 5-നും ഇടയിൽ പാല സെന്റ് തോമസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടറെയാണ്. രാഷ്ട്രപതിയെ സ്വീകരിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ പുറപ്പെടുകയാണ്. ആ വാഹനവ്യൂഹം ഇവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ ഏതാണുള്ളത്. പോലീസിന്റെ അകമ്പടി വാഹനമൊക്കെ തയ്യാറാണ്. മറ്റു സുരക്ഷാ വാഹനങ്ങളും പൈലറ്റ് വാഹനങ്ങളും എല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞു. നേരത്തെ മേയർ അടക്കമുള്ളവർ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ എത്തിയിരുന്നു. രാഷ്ട്രപതി എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ആ വാഹനവ്യൂഹമാണ് നമ്മൾ കാണുന്നത്. ഒരു 15-20 മിനിറ്റിനുള്ളിൽ രാജ്ഭവനിലേക്ക് വാഹനവ്യൂഹം എത്തും. അങ്ങേയറ്റം സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ആ വരുന്ന വാഹനം, രാഷ്ട്രപതി സഞ്ചരിക്കുന്ന വാഹനം തൊട്ട് പിന്നാലെ തന്നെ, ആ പൈലറ്റ് വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 4 ദിവസത്തെ സന്ദർശനത്തിനാണ് കേരളത്തിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നത്. ഇന്നത്തെ ആദ്യ പരിപാടി, അത് ശബരിമല ദർശനമടക്കമുള്ള ആദ്യ ദിവസത്തെ പരിപാടി ഏറെക്കുറെ പൂർത്തിയാകുന്നു. ആദ്യ ദിവസത്തെ പരിപാടി പൂർത്തിയായി രാജ്ഭവനിലേക്ക് തന്നെ രാഷ്ട്രപതി മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. രാജ്ഭവനിലാണ് ഇന്ന് വിശ്രമം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ അത്താഴ വിരുന്നിലും ഇന്ന് രാഷ്ട്രപതി പങ്കെടുക്കും. രാഷ്ട്രപതി നമ്മുടെ മുന്നിലൂടെ പോകുന്ന നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്ഭവന്റെ വാഹനത്തിൽ രാജ്ഭവനിലേക്ക് പോവുകയാണ്. പോലീസിന്റെ കോൺവോയ്. ശരി, അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്ഭവനിലേക്കാണ് പോകുന്നത്. രാജ്ഭവനിൽ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ഇന്ന് അവിടെയായിരിക്കും രാഷ്ട്രപതി താമസിക്കുക. അതിനുശേഷം നാളെയും രാഷ്ട്രപതിക്ക് ഔദ്യോഗിക പരിപാടികളുണ്ട്. ആദ്യ പരിപാടി രാജ്ഭവനിൽ തന്നെയാണ്. അതിനുശേഷം വർക്കല ശിവഗിരിയിലാണ് രണ്ടാമത്തെ പരിപാടി. പിന്നീട് കോട്ടയത്തും പരിപാടി ക്രമീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.